മൈ ക്വസ്റ്റൻ ഈസ്, ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്താ അഞ്ജലി മേനോൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഷെയർ ചെയ്തിരുന്നു. അതായത് മലയാള സിനിമയിലെ നടിമാരെവിടെ എന്ന് ചോദിച്ചുകൊണ്ട്. അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മലയാളത്തിൽ റീസെന്റ് ഹിറ്റായ ആവേശമാണേലും മഞ്ഞുവൽ ബോയ്സ് ആണേലും ബ്രഹ്മയുഗം ആണേലും ഇതില് ലേഡി റോൾസ് അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് മെയിൻ ആയിട്ട് വന്നിട്ടില്ല. സോ അമലയ്ക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എന്താണ് പറയാനുള്ളത്? ബിക്കോസ് ഈ ഒരു സ്റ്റേജിലും സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നടിയാണ്. മറ്റുള്ള നടിമാരൊക്കെ ഇത്തരം സ്റ്റേജിൽ ബാക്ക് ഓഫ് ചെയ്യുക, ഈവൻ സോഷ്യൽ മീഡിയാസിൽ നിന്ന് വരെ ബാക്ക് ഓഫ് ചെയ്യാറാണ് പതിവ്. അപ്പൊ ആ ഒരു ചോദ്യത്തിന് അമലയ്ക്കുള്ള ഒരു മറുപടി എന്താണ്? ഐ തിങ്ക് ആ ചോദ്യത്തിന്റെ ഏറ്റവും നല്ല ഉത്തരം was our film ലെവൽ ക്രോസ് when it will come. അത് ആ ഒരു എന്താ പറയാ, that will answer the question. Yeah. മലയാള സിനിമയിലെ നടിമാർ എവിടെ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരവായിരിക്കും ലെവൽ ക്രോസ്. യെസ്, ഡെഫിനറ്റ്ലി അങ്ങനെ പ്രതീക്ഷിക്കാം. സാറിനോട് ഞാൻ ഈ കഥ പറയുന്നത് 12th മാൻ്റെ പ്രീ പ്രൊഡക്ഷൻ സമയത്താണ്. അപ്പോൾ സാറിന് സ്റ്റോറി അപ്പൊ തന്നെ ഇഷ്ടപ്പെടുകയും അപ്പൊ തന്നെ ഞാൻ ലിൻഡ മാമിനോടും കാത്തിനോടും ഒക്കെ സാറ് കഥ പറയാൻ പറഞ്ഞു. അവരോടൊക്കെ കഥ പറഞ്ഞു, അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു സംഭവം. അങ്ങനെയാണ് സാറ് രമേശ് സാറിനോട് പറയുന്നത് അർഫാസിന്റെ ഒരു കഥ കൊണ്ട് കേൾക്കണം. അപ്പൊ രമേശ് സാർ നെക്സ്റ്റ് സ്റ്റെപ്പിന് കൊച്ചിയിൽ വന്നപ്പോൾ കഥ പറഞ്ഞു. എനിക്കൊന്ന് ഒരു 15 മിനിറ്റ് എന്തോ ബ്രീഫ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റോറി പറഞ്ഞത്. ഹി ഈസ് വെരി ഗുഡ് അറ്റ് ജഡ്ജിങ് തിങ്സ്. ഐ തിങ്ക് ഹി സെഡ് യെസ്. അത് കഴിഞ്ഞിട്ട് കൂമന്റെ സമയത്താണ് ആസിഫിനോട് കഥ പറയുന്നതും. then it started. So in terms of writing, see, ഇതൊരു നമ്മൾ അങ്ങനത്തെ ഒരു ത്രില്ലറിനെക്കാളും ഇറ്റ്സ് എൻ ഇന്റൻസ് ഡ്രാമ. ഇറ്റ്സ് അബൌട്ട് ദീസ് ക്യാരക്ടേഴ്സ്, അവരുടെ ജേർണി. ആൻഡ് these two characters, Asif and Amla, they've come from two different walks of life, and how they meet and how they interact. It's more of an intense drama than anything else. And of course there are some thrilling elements as well, which is just an add-on, but primarily ഈ ക്യാരക്ടേഴ്സിന്റെ ഒരു ജേർണിയാണ്. And yeah, that's what it is. ഞാൻ അവരുമായിട്ടൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ സംഗീത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് പേപ്പറിൽ വർക്ക് ചെയ്യുന്ന സംഗീതാണ് എന്നോട് ചോദിച്ചത്, ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ പോയിട്ടുണ്ടോ, നമുക്ക് താല്പര്യമുണ്ടെന്ന് സംഗീതാണ് പറയുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദേവനും വേഫറുടെ ടീം എല്ലാവരും വന്ന് സിനിമ കാണുകയും ഇഷ്ടപ്പെടുകയും അങ്ങനെയായിരുന്നു അതിന്റെ പ്രോസസ്സ്. ദുൽഖർ കണ്ടിട്ടില്ല സിനിമ. അയ്യോ, എനിക്കറിയത്തില്ല. എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ ദുൽഖർ പറയണ്ടേ, ഞാനല്ലല്ലോ പറയണ്ടേ. അതെ, അത് ആക്ച്വലി സിനിമ കംപ്ലീറ്റ് ആയി പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് സിനിമ നമ്മൾ കുറെ പേര് കാണുമല്ലോ, നമ്മുടെ അടുത്തുള്ള ആൾക്കാരും എല്ലാവരും കാണുമല്ലോ. അപ്പൊ അവരെ കണ്ടവരൊക്കെ ഇതൊരു യൂണിവേഴ്സൽ സബ്ജക്റ്റ് ആണ്, ഏത് ഭാഷയിലും നടക്കാവുന്ന സംഭവങ്ങളാണ്. സിനിമ നടക്കുന്നത് ഒരു ഇമാജിനറി ലാൻഡിലാണ്, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് എന്നല്ല. അപ്പൊ സിനിമ കണ്ടവരൊക്കെ പറഞ്ഞു ഇത് യൂണിവേഴ്സൽ സബ്ജക്റ്റ് ആണല്ലോ, ഒരു കാണുമ്പോൾ ഈ ഫോറിനിലൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടാവാം ഒരു ഇന്റർനാഷണൽ ഫീൽ ഉണ്ട്. സോ ഇറ്റ് വിൽ ബി എ നൈസ് ഐഡിയ ടു do it in other languages. Ramesh sir suggested. Ramesh sir felt that that's a good idea. So it was sir's decision.